ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ പാവറട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പൈങ്കണ്ണിയൂർ എന്നാണ് ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെ വന്നത് അനസിനെ കാണാനാണ്. അനസിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അനസിന് കാഴ്ച ബുദ്ധിമുട്ടാണ്, കാഴ്ചയില്ല, ആർപ്പിയാണ്, പെട്ടെന്ന് വന്നതാണ്. യാതൊരു ബുദ്ധിമുട്ടും അനസിനില്ലേന്, നല്ല എഡ്യൂക്കേറ്റഡും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് ഒരു നിമിഷം വന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് ചോദിക്കാം. അവരുടെ വീട് ചുറ്റുപാടൊക്കെ നമുക്ക് കാണിച്ചു തരാം. നല്ലൊരു വധുവിനെ കണ്ടെത്താൻ മാക്സിമം നിങ്ങൾ കൂടെ നിൽക്കണം കേട്ടോ. ഈ കാണുന്നതാണ് അനസിൻ്റെ വീട് കേട്ടോ. ഇതാണ് അനസിൻ്റെ വീട്. ഇതാണ് അനസ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? അപ്പോൾ അനസിന് പെട്ടെന്ന് കാഴ്ച പോയതാണ് അല്ലേ? അതെ. എത്ര വയസ്സിലാ? എനിക്കൊരു തുടങ്ങിയത് ഒരു 18-19 തുടങ്ങണത്. അത് ചെറുമാതിരി ഇങ്ങനെ കാഴ്ച ഇങ്ങനെ വായിക്കണതൊക്കെ ഒന്ന് ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബോർഡിൽ എഴുതിയതൊന്നും മനസ്സിലാവേണ്ടിരുന്നില്ല, ഗ്രാഫ് വരക്കണതൊന്നും മനസ്സിലാവേണ്ടിരുന്നില്ല. അപ്പോൾ ടൈമിൽ ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് RP ആണെന്ന്. ആ ടൈമിൽ വണ്ടി ഓടിക്കാനോ അതല്ലെങ്കിൽ കാർ ഓടിക്കാനോ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ മെല്ലെ 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 അങ്ങനെ കുറഞ്ഞ് വരുന്നു, കാഴ്ച കുറഞ്ഞു വന്നാ. ഇപ്പോൾ അനസിന് തീരെ കാഴ്ചയില്ല, അല്ലെ നേല പോലെ കാണുമോ? തീരെ കാഴ്ചയില്ലാന്നല്ല, ഒരു 90% കാഴ്ച ഉണ്ട്. പക്ഷെ ഏത് ഭാഗത്തു നിന്നാണ് വിഷം കിട്ടണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഏതോ ഒരു ആംഗിളിൽ നിന്നൊക്കെ ഒരു വിഷം കിട്ടണുണ്ട്. അത് കുഴപ്പമില്ല. ഒരു ലൈറ്റ് കാണുന്നതും ഒരാളെ രൂപമൊക്കെ കാണുന്നുണ്ട്, ഫേസ് മനസ്സിലാവണില്ല എന്നുള്ളൂ. അതേമാതിരി ഞാൻ നടന്നു പോകുമ്പോൾ പിന്നെ കണ്ണ് സ്ട്രൈറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ, നമ്മൾ വിഷൻ സ്ട്രൈറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ആ ആൾ ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വരുന്നത് മനസ്സിലായിക്കോണമെന്നില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ ആളെ പോയി തട്ടും. അപ്പം നമ്മൾ ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു നേല് എവിടുന്നേലും കിട്ടും. അതെപ്പോഴും കിട്ടിക്കോണമെന്നില്ല, ചില സമയത്ത് കിട്ടും. വായിക്കാൻ തീരെ പറ്റില്ല. ഒറ്റയ്ക്ക് യാത്ര ചെയ്യലുണ്ടോ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഞാൻ യാത്ര ചെയ്യും, പക്ഷേ ഇവിടുന്ന് കോഴിക്കോട് പോകലും എബിലിറ്റിയിൽ ഞാൻ പഠിച്ചിരുന്നത്, അവിടേക്ക് പോകാനും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ അങ്ങനെ പക്ഷേ പുതുതായിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു സപ്പോർട്ട് വേണ്ടി വരും. അതെ. അനസ് എത്ര വരെ പഠിച്ചത്? ഞാൻ ഡിഗ്രി ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എയർലൈൻ എയർപോർട്ട് മാനേജ്മെൻറ്റ് ഡിപ്ലോമ സിയാലിൽ ചെയ്ത്. പിന്നെ അതിൻ്റെ ട്രെയിനിങ് ഞാനിവിടെ കൊച്ചി എയർപോർട്ടിൽ തന്നെ ചെയ്തിരുന്നത്. എയർ ഇന്ത്യയിൽ തേർഡ് പാർട്ടി ഉണ്ട്, ATSL എന്നുണ്ട്, അവരതിൽ ചെയ്തിരുന്നുണ്ട് 3 മാസം ട്രെയിനിങ്. അത് ഹജ്ജ് കമ്മിറ്റിയുടെ ഇതിൽ കയറിയതാണ്. എന്നിട്ട് അതിൻ്റെ ജോലിക്ക് കയറാൻ നോക്കുമ്പോൾ ഈ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ട് അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേപ്പറിൽ എഴുതിയണതൊക്കെ ഉണ്ട്, സ്പീഡ് കിട്ടണുണ്ട് എന്നിലേക്ക്. ഓരോ ഫ്ലൈറ്റ് വരുമ്പോൾ സ്പീഡിൽ ചെയ്യണമല്ലോ, എഴുതണതും പിന്നെ അതേമാതിരി ഫയലിങ് ചെയ്യണതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്പീഡ് കിട്ടണമെന്നില്ല. അപ്പോൾ പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു പാസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എടുക്കും. നമുക്ക് പാസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ മെഡിക്കൽ വേണം, എന്നാലേ പാസ് ഇഷ്യൂ ചെയ്തേ. അതിന് മുന്നത്തെ ഒരു എക്സാമൊക്കെ ഉണ്ട്, ഔസക്കിൻ്റെ എക്സാം എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്, അതൊക്കെ പാസ്സായതായിരുന്നു. പിന്നെ മെഡിക്കൽ എടുക്കാൻ ഒരു ഫെയിൽഡാണ് കണ്ടത്. മെഡിക്കൽ ഫെയിൽഡായി പോയില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സെയിൽസിൽ നിന്നായിരുന്നു, ബ്യൂട്ടി സിൽക്കിൽ. അത് രാവിലെ പോയിട്ട് രാവിലെ 8:30 കൂടുന്ന് പോയി കഴിഞ്ഞാൽ രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വരാറ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ വണ്ടി ഓടിച്ചിട്ട് വരാറ്. ഒക്കെ ഞാൻ തന്നെ നിന്നത്. പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഒരു 5 മാസത്തോളം വർക്ക് ചെയ്തിട്ട് 5-6 മാസത്തോളം വർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഗൾഫിൽ പോണത് വിസിറ്റ് എടുത്തിട്ട് പിന്നെ 2ാമത്തെ മാസമൊക്കെ ജോലിയായത് മറ്റേ ഡിക്കാടെ കമ്പനിയിൽ തന്നെയാണ് റെഡി ആയത്, അബുദാബിയിൽ. അവിടെ ടൈം കീപ്പർ അസിസ്റ്റൻ്റായിട്ട് ജോലി റെഡി ആയതാണ്. ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവിടെ റെഡിയായി. പിന്നെ ഞാൻ പിന്നെ കൂടുതൽ സ്ട്രെയിൻ ചെയ്തത് ഈ കണ്ണു വെച്ചിട്ട് സിസ്റ്റത്തിലുള്ള വർക്ക് ആയിരുന്നു. പിന്നെ വർക്ക് ഞാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു 10-25 ദിവസം ആകുമ്പോഴത്തേനും മൈനസായി, കാഴ്ച ഒന്നും കൂടി മൈനസായി. പിന്നെ താഴത്തേക്ക് ഒരു പാന വീണാൽ എടുക്കാൻ പറ്റണില്ല. അതേമാതിരി ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റണില്ല, ഒറിജിനൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റണില്ല. പിന്നെ നടക്കുമ്പോൾ
നമ്മൾ ചെന്നിട്ട് ഓരോന്നും തട്ടല്, സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ, ഒരാളെ ഫേസ് മനസ്സിലാക്കി എടുക്കാൻ, ഇതൊന്നും എനിക്ക് പറ്റണില്ല. പിന്നെ സിസ്റ്റത്തിൽ മൗസ് പോയിന്റർ നീങ്ങണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ വായിക്കാനുണ്ട് പറ്റണില്ല. അത് പിന്നെ അവിടുന്നും ഞാൻ തിരിച്ചു പോകുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിൽ നമുക്ക് വർക്കൊന്നും നിലവിലില്ല. അതെ, 2 വർഷം മുന്നേ ഇപ്പോൾ ഇവിടെ ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ സാറിനോട് സംസാരിച്ചപ്പോൾ അവിടെ ഓഫീസ് അറ്റൻഡറായിട്ട് അവിടെ ഒരു ജോലി റെഡിയായി. അവിടെ ഒരു 3-4 മാസം അവിടെ പോയി. പിന്നെ ആ കോളേജിൽ സാറ് പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ സ്റ്റാഫിൻ്റെ ഒരു ആവശ്യമില്ല ശരിക്കും. അതെ, അപ്പോൾ അത്രയും ഹെൽപ്പ് ചെയ്തു. തീർച്ചയായും. അനസിന് എത്ര വയസ്സായി? എനിക്കിപ്പോൾ 30 ആയിട്ടുണ്ട്. 30 വയസ്സിലാ? അതെ. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? 25-26, മാക്സിമം ഒരു 26 വയസ്സ് വരെ അല്ലേ? 26 വയസ്സ് വരെ. ദൂരം പ്രശ്നമില്ലല്ലോ? ദൂരം പ്രശ്നമില്ല. അതെ, അപ്പോൾ തീർച്ചയായിട്ടും 26 വയസ്സ് വരെയൊക്കെ ഉള്ള ആലോചന നമ്മൾ സ്വീകരിക്കും. പിന്നെ വേറെന്തെങ്കിലും അനസിന് പറയാനുണ്ടോ? വരുന്ന പെൺകുട്ടി അങ്ങനെ എന്തെങ്കിലും? വരുന്ന പെൺകുട്ടി എൻ്റെ എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വരണമെങ്കിൽ. അതെ, എനിക്ക് ഇങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതെ. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പുതിയ സ്ഥലത്താകുമ്പോൾ ഒന്ന് കൈപിടിച്ച് പോകേണ്ടത് വരും അല്ലേ? പിന്നെ ഒരു ജോലി വരാനായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഹെൽപ്പ് വെച്ചിട്ട് വേണം നമുക്ക്. ഹെൽപ്പ് മീൻസ് ഫിസിക്കലി. അതെ, ആ ഒരു ഹെൽപ്പ് ഉണ്ടായെങ്കിലാണ്. ഫിസിക്കൽ മീൻസ് കണ്ടുകൊണ്ടുള്ളത് മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു ഇതായിക്കൊണ്ട്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ വരണമെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ അനസ് അത്ര എഡ്യൂക്കേറ്റഡ് ആണ്. നല്ലൊരു ജോലിയൊക്കെ കിട്ടാൻ നോക്കുന്ന ആ സമയത്താണ് ഈ കാഴ്ച പോയത്. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ഒരു ജോലി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ അനസിന് എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആവും. അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. പിന്നെ ഇവിടെ ഫാമിലിയൊക്കെ സപ്പോർട്ടാണ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം. ഇനിയിപ്പോൾ ഒരു നല്ലൊരു എന്തെങ്കിലും ഒരു കൈത്തൊഴിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാം. അതല്ലാതെ PSC ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹെൽപ്പ്, ഒരു അനസ് പറഞ്ഞ പോലെ കാണുന്ന കാഴ്ച പരിമിതി ഓവർകം ചെയ്യാനും അനസിൻ്റെ കണ്ണായി മാറുന്ന അങ്ങനെയുള്ളൊരു പെൺകുട്ടീനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരാളെ തന്നെ വരട്ടെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 3 പേരുള്ളത്. 3 ആൺകുട്ടികളാ? മൂത്ത ജ്യേഷ്ഠൻ, അതിൻ്റെ താഴെ പെങ്ങളുണ്ട്. അവർ 2 പേരെ കല്യാണം കഴിഞ്ഞ് ഞാൻ തന്നെ ഉള്ളു. ജ്യേഷ്ഠൻ വീട് വെച്ചിട്ട് തൊട്ടപ്പുറം തന്നെ ഉണ്ട്. അല്ലേ? പെങ്ങളെ കല്യാണം കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ തന്നെയാണല്ലേ? ഇപ്പോൾ ഗൾഫിലായിരുന്നു. പിന്നെ ഇപ്പോൾ 14 വർഷമായിട്ട് നാട്ടിലായില്ലേ? അതെ. വേറൊന്നും പറയാനില്ലല്ലോ അല്ലേ? വേറെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നല്ലൊരു ആലോചന വരട്ടെ. അതെ. അപ്പോൾ ഫ്രണ്ട്സ്, അനസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചനയാണ് നമുക്ക് വരേണ്ടത്. അനസിനിപ്പോൾ 30 വയസ്സാണ് ആയത്. നമുക്കൊരു 26 വയസ്സ് വരെയുള്ള ആലോചനയൊക്കെ സ്വീകരിക്കാം. കാഴ്ചക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആലോചനയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ചെറിയ മൈന്യൂട്ട് വിഷയമൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? ചെറിയ എന്തെങ്കിലും വിഷയം നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അനസിൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റിയ നല്ലൊരു പെൺകുട്ടി ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അനസിനെ കണ്ടാൽ ഒരിക്കലും കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് തോന്നൂല. കാരണം കണ്ണിനല്ല പ്രശ്നം. RP എന്ന് പറയുമ്പോൾ ഞരമ്പിന് വരുന്ന പ്രശ്നമാണ്. എൻ്റെ വൈഫിനെ അറിയുന്നവർക്കൊക്കെ അറിയാം, അവളുടെയും കണ്ണ് സെയിം ഇതുപോലെയാണ്. അപ്പോൾ RP ഉള്ള ഒരാൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ സൊസൈറ്റിയിൽ വൈറ്റ് കെയിൻ യൂസ് ചെയ്തില്ലെങ്കിൽ, ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആളുകൾക്ക് ഒരിക്കലും കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അറിയാണ്ട് ഒരാളെ തട്ടിപ്പോയോ അല്ലെ അങ്ങനെയെല്ലാം ആകുമ്പോൾ ആളുകൾ ചീത്ത വിളിക്കും, ചിലപ്പോൾ അടിക്കുക വരെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം ഇന്നവിടെ കളിക്കുന്നുള്ളതിൽ കാഴ്ച പരിമിതിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും ഈ RP ഉള്ള ആളുകൾ ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ് ആൾ, സ്മാർട്ടാണ്. പെട്ടെന്ന് വന്ന ഒരു ബുദ്ധിമുട്ട്, അത് നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളല്ലേ അതൊക്കെ. നമ്മുടെ കാഴ്ചക്കൊക്കെ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? നാളെ എന്ത് സംഭവിക്കാവുന്ന ഒരു ടെമ്പററി പാർട്സ് മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ളൂ കേട്ടോ. എപ്പോഴും എല്ലാവർക്കും അതൊരു ബോധ്യം വേണം. നമ്മുടെ കാഴ്ചയിലോ നമ്മുടെ ആരോഗ്യത്തിലോ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. അതൊക്കെ അത്രയേ ഉള്ളൂ. ഒരുപാട് ആളുകളെ നിങ്ങളും കാണുന്നുണ്ടാവില്ലേ നമ്മൾ ഈ വീഡിയോയിലൂടെ, പല ആൾക്കാരെയും. ഇപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങളിപ്പം കുറേയൊക്കെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും
മാക്സിമം എല്ലാവരോടും പറയാനുള്ളത് കരുണ കാണിക്കുക. കാഴ്ച പരിമിതിയുള്ള ഒരാളാണാകുമ്പോൾ ഓലെ ഇൻസൾട്ട് ചെയ്യാണ്ട് ഇടങ്ങാറാക്കാണ് ഓലെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓലിക്കൊരു കല്യാണാലോചന വരുത്തുമ്പോൾ ഇവനെല്ലാം കല്യാണം കഴിച്ചിട്ട് അങ്ങ് മലമറിക്കാനാന്നുള്ള തോട്ടില്ലാണ്ട് ഓലിക്ക് പറ്റിയൊരു പാർട്ണറെ കണ്ടെത്താൻ കൂടെ നിൽക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് അറിവിലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. ഇനി ഒരു കുട്ടി ഇവരെ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് വരുമ്പോൾ ഓളെ പറഞ്ഞ് നീ അതിന് നിൽക്കരുത്, നിൻ്റെ ജീവിതം കുട്ടിച്ചോറാവുമെന്ന് പറഞ്ഞിട്ട് ഓളെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിൽ നിന്ന് മാറ്റാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി മുമ്പോട്ട് വരുന്നുണ്ടെങ്കിൽ ഓൾ അത്രക്കും അതിന് തയ്യാറായി വരുന്നവളായിരിക്കാം. അപ്പോൾ കാഴ്ചാപരിമിതിയുള്ള ഒരാളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വലിയൊരു കാര്യമാണ്. അവരുടെ ഒരു കണ്ണാവുക എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ വലിയ നമ്മൾ ദീനീപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ പഠിച്ചവൻ്റെ അടുത്തൊന്നും എത്രയോ വലിയൊരു കാര്യമാണ്. അല്ലാണ്ട് നമ്മളൊരു മാനസിക പരിഗണന വെച്ച് പറയുകയാണെങ്കിൽ അതിൽ പരം ഒന്നുമില്ല മറ്റൊരാളെ കണ്ണ് നമ്മളാവുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഇവരെ ഫുൾ ടൈം ഇങ്ങനെ നോക്കി നിൽക്കുകയൊന്നും വേണ്ട. അവരെല്ലാത്തിനും സ്മാർട്ടാണ്. ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, ഒറ്റയ്ക്കെല്ലാം ചെയ്യും. ഒരു സപ്പോർട്ടേ വേണ്ടുള്ളൂ. ഒന്ന് ചേർത്ത് പിടിക്കുക, കൈ ചേർത്ത് പിടിക്കുക, ഒരു സപ്പോർട്ട് കൊടുക്കുക, അത്രയേ വേണ്ടൂ. എന്ന് വെച്ചാൽ ഇവരൊന്നിനും പറ്റാത്ത ആളുകളാണെന്നൊക്കെ ചിലർക്കൊരു ചിന്തയുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്ക് ഒന്നിനും ആവില്ല, അതൊക്കെ വെറുതെയാണ്. എല്ലാത്തിനും ഒരു സ്മാർട്ടാണ്. ഇപ്പം കാഴ്ച പരിമിതിയുള്ളൊരു കുട്ടി ജഡ്ജായത് നിങ്ങൾ കണ്ടില്ലേ, അത്ര പോലുമാണ് എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ നമ്മളവരെ സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് പിടിക്കുക. അങ്ങനെ അനസിൻ്റെ കല്യാണവും നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. നിങ്ങൾ കൂടെ നിൽക്കണം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ.